മുഖ്യമന്ത്രി പിണറായി വിജയനെ ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന് ആഹ്വാനം ചെയ്ത ടീന ജോസ് എന്ന കന്യാസ്ത്രീ തെളിയിക്കുന്നൊരു വസ്തുതയുണ്ട്. ശിരോവസ്ത്രങ്ങൾ ഒരു വ്യക്തിയെയും മനുഷ്യനാക്കുന്നില്ല. ശിരോവസ്ത്രത്തിനുള്ളിൽ പ്രവേശിച്ചു എന്ന് കരുതിക്കൊണ്ട് ഒരു വ്യക്തിക്കും മാനസാന്തരവും വരുന്നില്ല. ഇത് പൊതുജനം പൊതുവെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വല്ലാതെ ആദരിക്കുന്ന പൗരോഹിത്യ വിഭാഗത്തിലെ ശിരോവസ്ത്രങ്ങളുണ്ട്. ഈ വസ്ത്രങ്ങൾക്കുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ ഇന്നലകളിൽ ജീവിച്ച മനുഷ്യരെ പോലെയല്ല. അവരുടെ മനസ്സൊക്കെ ദൈവവുമായി ഇഴകിച്ചേരുമ്പോൾ എന്തോ മാറ്റം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് ടീന ജോസ് എന്ന 2020 ജട്ടി സാബുവിന്റെ അടിമപ്പണിക്കാരിയായിട്ടുള്ള ശിരോവസ്ത്രക്കാരി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പോകുന്നു എന്ന പോസ്റ്റിന് താഴെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന ആഹ്വാനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാജീവ് ഗാന്ധി പോലുള്ള മാതൃകയിൽ പിണറായി വിജയനെയും ഇല്ലാതാക്കണമെന്ന് ശിരോവസ്ത്രവും ധരിച്ചുകൊണ്ട് ഈ സമൂഹത്തിനോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇതും പോരാഞ്ഞിട്ട് 2020 സാബു എന്ന ജട്ടിക്കാരന് വേണ്ടി എന്തും ചെയ്യാൻ മുതിർന്നിറങ്ങുന്ന ഒരു ശിരോവസ്ത്രക്കാരി. ഇവരെ കാണുമ്പോൾ സിസ്റ്റർ സ്റ്റെഫിയാണ് ഓർമ്മ വരുന്നത്. ഓർമ്മയുണ്ടോ സിസ്റ്റർ സ്റ്റെഫിയെയും കോട്ടൂരാച്ചനെയും? അഭയ എന്നൊരു സിസ്റ്ററെ സഭയ്ക്കുള്ളിലെ കിണറ്റിൽ മരിച്ചു കിടന്നതിന്റെ കാരണം പിന്നീട് CBI കണ്ടെത്തിയിരുന്നു. അതിൽ ഒരു പ്രതിയായിരുന്നു സ്റ്റെഫി. ആ സ്റ്റെഫി ശിരോവസ്ത്രം ധരിച്ചതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വന്നില്ലല്ലോ. അവരുടെ സഭയിലെ അല്ലെങ്കിൽ അവരോടൊപ്പം തങ്ങുന്ന മറ്റൊരു നഴ്സിനെ അവിഹിതം കണ്ടുപിടിച്ചതിന്റെ പേരിൽ നേരെ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്ന ചരിത്രമുള്ള സ്റ്റെഫി